ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ഇത് നമ്മൾ കരുതിയതിനേക്കാൾ വലിയ പ്രശ്നക്കാരനാണ്. എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക്. അവസാനം ഇത് നമ്മുടെ ശരീരത്തിൽ വരെ കടന്നുകൂടി. ഈ മൈക്രോ പ്ലാസ്റ്റിക് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തുണ്ട്. ചിലപ്പോൾ ബ്ലഡിലായിരിക്കും, ശ്വാസകോശത്തിലായിരിക്കും, ഹൃദയത്തിലായിരിക്കും. ഇതെങ്ങനെയായിരിക്കും നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടുന്നത്? ഒന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ, പിന്നെ ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ, പിന്നെ ഒന്ന് നമ്മുടെ അന്തരീക്ഷത്തിലൂടെ. ഈ പൊടിപടലത്തിലൂടെയൊക്കെ ഈ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൂടുന്നുണ്ട്. ഈ പാർട്ടിക്കിൾസിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 5 mm വലിപ്പമുള്ളൂ, 5 മില്ലി ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആഘാതം വളരെ വലുതാണ്. ഇപ്പോൾ കിഡ്നി സ്റ്റോണിൻ്റെ വലിപ്പം വളരെ ചെറുതാണല്ലോ, പക്ഷെ അതുണ്ടാക്കണം ബുദ്ധിമുട്ട് ഇത് വന്ന ആരോടെങ്കിലും ചോദിച്ചാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഈ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് പല ഹോർമോണൽ ചേഞ്ചിനും കാരണമാവും. പുരുഷന്മാരെ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോണിനെ ബാധിക്കും, സ്ത്രീകളുടെ ഈസ്ട്രജൻ ഹോർമോണ്, അതേമാതിരി തൈറോയിഡ് ഹോർമോണിനെ ബാധിക്കും. ചിലപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗത്ത് നീർക്കെട്ടായിട്ടായിരിക്കും അതിൻ്റെ ഒരു ലക്ഷണം കാണിക്കുക. ഈ പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോൺ തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ സെമൻ കുറയാൻ കാരണമാവും. സെമൻ കുറഞ്ഞു കഴിഞ്ഞാൽ സ്പേം കൗണ്ട് കുറയും. സ്പേം കൗണ്ട് കുറഞ്ഞാലോ അത് റീപ്രൊഡക്ഷൻ തന്നെ. ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ 20 വർഷമായിട്ട് പുരുഷന്മാരുടെ ആവറേജ് സ്പേം കൗണ്ട് 30% വരെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. അതിനൊരു കാരണം ചിലപ്പോൾ ഇതാവാം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളിലൊരു ബിഹേവിയറൽ ചേഞ്ചൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു പെരുമാറ്റത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ, അതേമാതിരി അമിതവണ്ണം, ലേണിംഗ് ഡിസോർഡർ, ഇതിനെല്ലാം ഈ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് കാരണമാവും. ഇതിൻ്റെ റൂട്ട് അന്വേഷിച്ച് പോയപ്പോഴാണ് മുലപ്പാൽ വരെ ഈ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് പറയണത്. ഇതിന്ന് എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാൻ, രക്ഷപ്പെടാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇതൊന്ന് മൊത്തത്തിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫായിട്ട് അത്രയും യോജിച്ചു പോകുന്നൊരു സാധനമാണ്. അപ്പോൾ പെട്ടെന്ന് അതിനെ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ അത് ആവശ്യമില്ലാത്ത ഏരിയകളിലൊക്കെ നമുക്കത് പല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് മാത്രം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബോട്ടിൽ വാട്ടർ ഉണ്ടല്ലോ, ആ ബോട്ടിൽ വാട്ടർ, പ്ലാസ്റ്റിക് ബോട്ടിൽ വാട്ടർ, അതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാം. അത് ഉപയോഗിക്കുന്ന സാഹചര്യം വരികയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതൊക്കെ സിംഗിൾ യൂസ് ബോട്ടിൽ വാട്ടറുകളാണ്. അപ്പോൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ ബോട്ടിൽ ഉപേക്ഷിക്കുക. ആ ബോട്ടിൽ പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഫുഡിൻ്റെ കേസിലും നല്ല ചൂടുള്ള ഭക്ഷണമൊക്കെ ഓരോരുത്തർ ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒഴിച്ച് കഴിക്കും. പക്ഷെ അതെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ BPA എന്ന് പറഞ്ഞിട്ടുള്ളൊരു കെമിക്കലുണ്ട്. ഇത് ഈ ചൂട് തട്ടുമ്പോൾ എന്ത് ചെയ്യും? റിലീസാവും. ഇത് നമ്മൾ കഴിക്കണ ഭക്ഷണത്തിലൂടെ ഈ കെമിക്കലും കൂടി നമ്മുടെ അകത്തേക്ക് ഇങ്ങനെ കയറിപ്പോവും. ഇങ്ങനത്തെ കേസിൽ നമുക്ക് പരമാവധി ഈ പ്ലാസ്റ്റിക്, ലോ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപേക്ഷിക്കുക. ഒന്നെങ്കിൽ ഗ്ലാസ് പ്ലേറ്റ് ഉപയോഗിക്കുക, ഗ്ലാസ് ബോട്ടിൽ, അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് വരാം. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാം. ഇപ്പം അവിടെയാണ് BPA ഫ്രീ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സും പാത്രങ്ങളൊക്കെ കിട്ടും. ഇതൊരു കണ്ടെയ്നറാണ്, ഇത് BPA ഫ്രീ ആയിട്ടുള്ള പാത്രമാണ്. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങൾ നോക്കി വാങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റും കുറേ കാലത്തിന്. വലിയ കുഴപ്പമില്ല, വലിയ കേടില്ല. അല്ലെങ്കിൽ ഇത് ഈ സിംഗിൾ യൂസ് പാത്രങ്ങൾ പിന്നെയും ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവും? ഇത് ചൂട് തട്ടിയാലോ വെയിൽ തട്ടിയാലോ ഒന്നും വേണ്ട, കുറച്ചാൾ ഇരിക്കുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് ഇതിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ എന്തെങ്കിലും പൊടികളോ അല്ല മസാല പൊടി ഉണ്ടെങ്കിൽ പോലും അതിൽ മിക്സായി എല്ലാം കൂടി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോവും. അവിടെയാണ് BPA ഫ്രീ ആയിട്ടുള്ള പാത്രങ്ങൾ, കണ്ടെയ്നറൊക്കെ നോക്കി വാങ്ങേണ്ടി വരും. ഭക്ഷണത്തിലെ വെള്ളത്തിലും മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് ഇല്ലേ, ഇപ്പോൾ സോപ്പ് ആയിക്കോട്ടെ, ഷാമ്പു ആയിക്കോട്ടെ, നെയിൽ പോളിഷ്, പെർഫ്യൂം, ബോഡി ലോഷൻ, ഇതിലെല്ലാം ഫത്തലൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലുണ്ട്. ഈ പ്ലാസ്റ്റിക് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. ഇത് ശരീരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുവഴിയും പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് അകത്ത് കയറും. അപ്പോൾ ഫത്തലൈറ്റ്സ് ഫ്രീ ആയിട്ടുള്ള കോസ്മെറ്റിക്സ് കൂടുതൽ ഉപയോഗിക്കുക. ഷാമ്പു ഉണ്ടെങ്കിൽ ഷാമ്പു, അങ്ങനെയുള്ളതെല്ലാം ഫത്തലൈറ്റ്സ് ഫ്രീ ആയിട്ടുള്ള കോസ്മെറ്റിക്സ് കിട്ടും, അത് ഉപയോഗിക്കുക. എന്തിന്? കുട്ടികളുടെ ടോയ്സിൽ വരെ ഈ ഫത്തലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? കുട്ടികൾ ഡെയിലി ഇത് കളിക്കുമ്പോഴും അതേമാതിരി ചില കുട്ടികൾ ഇത് കടിക്കും, അപ്പോഴൊക്കെ ഈ കെമിക്കലാണ് അകത്ത് പോകുന്നത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫത്തലൈറ്റ്സ് ഫ്രീ ആയിട്ടുള്ള, അതേപോലെ BPA ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ. അതേമാതിരി സിംഗിൾ യൂസ് ലോ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇനി അടുത്തത് ചെയ്യേണ്ട ഗവൺമെൻറ്റാണ്. അത്യാവശ്യം നല്ല ചീത്തപ്പേരുണ്ട് ഇന്ത്യക്കാർക്ക്. ഇപ്പോൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഫോറിനേഴ്സ്, വ്ളോഗേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നത് എന്താ? എല്ലായിടത്തും വേസ്റ്റ് കെട്ടിക്കിടക്കണത്, പ്ലാസ്റ്റിക് വേസ്റ്റും ഈ വേസ്റ്റും എല്ലാ വേസ്റ്റും ഫുഡ് വേസ്റ്റും എല്ലാം കൂടി. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്, നമ്മളെന്ത് ചെയ്യും? വേസ്റ്റ് എല്ലാം കൂടി കത്തിക്കും.
ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം കൂടി കത്തിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവസാനം അത് നമ്മുടെ മൂക്കിലും വായ കൂടെ തന്നെ കയറിയിട്ട് നമ്മുടെ ലങ്സിനും ഹാർട്ടിനും എല്ലാം ദോഷം ചെയ്യും. ഇതെല്ലാം കൂടി കടലിൽ കൊണ്ടുപോയി കളഞ്ഞാലും കാര്യമില്ല. ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടി ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ഈ മീനെല്ലാം കൂടി ഇത് കഴിക്കും. ചെറിയ മീനുകളാവും ഇത് കഴിക്കുന്നുണ്ടാവും. ആ ചെറിയ മീനിനെ മീഡിയം വലിപ്പമുള്ള മീനുകൾ കഴിക്കും. ആ മീഡിയം വലിപ്പമുള്ള മീനിനെ വലിയ മീനുകൾ കഴിക്കും. ഈ 3 മീനിനെ മനുഷ്യൻ കഴിക്കും. എല്ലാം കൂടി അവസാനം നമ്മുടെ ശരീരത്തിൽ തന്നെ വന്ന് അടിയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. വേസ്റ്റ് മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതധികം ചർച്ച ചെയ്യാത്ത ഒരു വലിയൊരു സീരിയസ് പ്രശ്നം തന്നെയാണ്. കുട്ടികളുടെ ആരോഗ്യത്തിനെ ബാധിക്കും, നമ്മുടെ അച്ഛനമ്മമാരുടെ ആരോഗ്യത്തിനെ ബാധിക്കും, എല്ലാ തരത്തിലും നമ്മളെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. ഇത് പെട്ടെന്ന് ഈ ഒരു പ്രശ്നം സോൾവ് ആവട്ടെ.